2001 ഡിസംബർ 13 ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ആക്രമിക്കപ്പെട്ട ദിനം. പാർലമെന്റിന് നേരെ നടന്ന ആക്രമണത്തിന്റെ പ്രതികാരം ഇന്ത്യയുടെ കടമയായിരുന്നു. രാജ്യം ശിക്ഷാ നടപടി ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ പരാക്രം നടപ്പാക്കി. കരസേനയുടെ സ്ട്രൈക്ക് ഫോർമേഷനുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സൈനിക വിഭാഗത്തെ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ചു. പക്ഷേ സൈനിക വിന്യാസത്തിന് ഏകദേശം 2 മാസത്തോളം സമയമെടുത്തു. ഈ കാലതാമസം പ്രതിരോധിക്കാൻ പാകിസ്ഥാന് സമയം നൽകി. അന്താരാഷ്ട്ര സമ്മർദ്ദം നമ്മളെ തടഞ്ഞു. ഫലപ്രദമായി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ സൈനിക നീക്കം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴിമാറി. ആ പഴയ പാഠങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. കോൾഡ് സ്ട്രൈക്ക് എന്ന സൈനിക തന്ത്രം രാജ്യം രൂപകൽപ്പന ചെയ്തു. ആദ്യം അടിക്കുക, അതിവേഗം അടിക്കുക, അതാണ് കോൾഡ് സ്ട്രൈക്ക്. അത് വെറുമൊരു മുദ്രാവാക്യമല്ല. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകുക. അതുവഴി അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്നതിന് മുൻപ് തന്നെ ശിക്ഷാ നടപടി പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. ആ സൈനിക നീക്കം നടത്താൻ സംയോജിതവും വേഗതയേറിയതുമായ പുതിയ യുദ്ധ യൂണിറ്റ്, അതാണ് രുദ്ര ബ്രിഗേഡ്. ഒരു പ്രകോപനമുണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ ശത്രുതാവളം കണ്ടെത്തി പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വജ്രായുധം. അന്താരാഷ്ട്ര ഇടപെടലുകൾ വരുന്നതിന് മുമ്പ് തന്നെ ശത്രുരാജ്യത്തേക്ക് ആക്രമണം നടത്തുക. രുദ്ര ബ്രിഗേഡ് ശത്രുവിന് പ്രതികരിക്കാൻ ഒരു നിമിഷം പോലും നൽകില്ല. രാജ്യത്തിൻ്റെ തന്നെ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സൈനിക നീക്കം. കരയിലും ആകാശത്തും ഒരേ സമയം പ്രഹരം. കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താൻ സഹായിക്കുന്ന ഗൈഡഡ് പീരങ്കികളുടെ കരുത്ത്, അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വേഗത, ഇവ ഒന്നായി ചേരുമ്പോൾ യുദ്ധഭൂമിയിൽ ഇനി നമ്മുടെ ആധിപത്യം. പുതിയ കാലത്തിൻ്റെ യുദ്ധരീതികൾ ഉൾക്കൊണ്ടുള്ള ഏറ്റവും ആധുനികമായ സൈനിക ഗ്രൂപ്പാണ് രുദ്ര ബ്രിഗേഡ്. ഏത് സമയത്തും യുദ്ധത്തിന് സജ്ജമായിരിക്കുക എന്നതാണ് തത്വം. തരം പോലെ ഘടന മാറ്റാൻ കഴിവുള്ള സംയുക്ത സൈനിക വിഭാഗം, ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങൾ പയറ്റാൻ കഴിവുള്ള സംഹാരശേഷിയുള്ള സൈനിക ബ്രിഗേഡ്. രുദ്ര ബ്രിഗേഡ് ഉപയോഗിക്കുന്നത് ഡിജിറ്റലൈസ്ഡ് കമാൻഡ് നെറ്റ്വർക്കുകളാണ്. ഇതിലൂടെ ഡ്രോണുകളിൽ നിന്നും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇൻ്റലിജൻസ് വിവരങ്ങൾ തത്സമയം ഓരോ സൈനിക യൂണിറ്റിലും എത്തുന്നു. നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ആക്രമണം. മറ്റൊന്നിനു വേണ്ടിയും കാത്തു നിൽക്കേണ്ടതില്ല. വേഗത്തിൽ അത്യന്തം ആഴമേറിയ ആക്രമണം നടത്താൻ പരിശീലനം സിദ്ധിച്ച സൈനിക വിഭാഗം. ഇൻ്റലിജൻസ് വിവരങ്ങൾ തത്സമയം ലഭിക്കും. സംഘർഷം നീട്ടിക്കൊണ്ടുപോകാതെ നിർണായകമായി വിജയം നേടുക എന്നതാണ് ലക്ഷ്യം. ആക്രമണത്തെ പ്രതിരോധിക്കാൻ എതിരാളിക്ക് കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംയുക്ത ദൗത്യങ്ങളിലെ അനുഭവം ഇനി നമുക്ക് ഇതിലൂടെ ആവർത്തിക്കാം. പടിഞ്ഞാറൻ അതിർത്തിയിൽ നടന്ന തൃശൂർ എന്ന സൈനിക അഭ്യാസത്തിൽ രുദ്ര ബ്രിഗേഡ് കഴിവ് പ്രകടിപ്പിച്ചു. പ്രതിരോധം പൂർണ്ണമായും സാധൂകരിച്ചു. ഇനി നമ്മുടെ സൈനിക ശക്തി ചോദ്യം ചെയ്യപ്പെടില്ല. പുതിയ കാലത്തിൻ്റെ യുദ്ധ നിയമങ്ങൾ ഇനി ഇന്ത്യ എഴുതും.